ചെർക്കള കല്ലടുക അന്തർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. പൊതുപ്രവർത്തകൻ നാസർ ചെർക്കള നടത്തുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിന് ചെർക്കളയിൽ തുടക്കമായി. നിങ്ങൾ ജോലി അന്വേഷിച്ച് സമയം കളഞ്ഞോ? എന്നാൽ ഇനി ഒട്ടും വിഷമിക്കണ്ട. 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് ആകർഷകമായ പ്രതിമാസ ശമ്പളത്തോടെ ഇതാ ഒരു സുവർണാവസരം. മാർച്ച് 5-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചെർക്കള കല്ലടുക അന്തർ സംസ്ഥാന പാതയിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ നാസർ ചെർക്കളത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 30 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരത്തിന് ചെർക്കളയിൽ തുടക്കമായി. വിഷയം ചൂണ്ടിക്കാട്ടി കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു. ചെർക്കള മുതൽ ഉക്കിനടുക വരെയുള്ള റോഡ് നിലവിൽ പൂർണ്ണമായും ചില സ്ഥലങ്ങളിൽ ഭാഗികമായും തകർന്ന നിലയിലാണ്. ഇത് സംബന്ധിച്ച് KRFB ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും അടിയന്തര പരിഗണന നൽകി ചെയ്യേണ്ടതായിരുന്ന പണികൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത നിലയിലാണെന്ന് കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഒരു മരണത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണമെന്ന് നാസർ ചെർക്കളം പറഞ്ഞു. നേരത്തെ കല്ലടുക്ക മുതൽ ചെർക്കള വരെ ചെയ്ത കോൺട്രാക്ടർ പണി പൂർത്തിയാക്കാത്തത് കാരണമാണ് പിന്നീട് മുഴുവൻ റോഡുകളും താറുമാറായി പോയത്. അതിനുശേഷം ചെറിയ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു വർക്കായിട്ടില്ല. ഒരു പ്രാവശ്യം എസ്റ്റിമേറ്റായി, പിന്നെ അത് റിവൈസ് ചെയ്ത് ഇപ്പം 59 കോടി ഇതിലേക്ക് പാസ്സായിട്ടുണ്ട്. മറ്റൊരു വർക്കും ഇതിൻ്റെ ഒരു ടെൻഡർ നടപടികളിലേക്കുണ്ട്. ഏതായാലും വർക്കുകളും ടെൻഡറുകളും അതിൻ്റെ ഓഫീസ് പരിപാടികളും ഭരണാനുമതിയും സാമ്പത്തികാനുമതിയും ഒക്കെ വരുന്നതല്ലാതെ ജനങ്ങൾ ഇപ്പോഴും ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പുറകിൽ എൻ്റെ മുമ്പിലൊക്കെ വാഹനങ്ങൾ, എത്രയോ വാഹനങ്ങൾ, ഞാൻ രാവിലെ 8 മണി മുതൽ ഇവിടെ ഇരിക്കുകയാണ്. എത്രയോ വാഹനങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വേഗത കുറഞ്ഞതുകൊണ്ടാണ് അപകടമില്ലാതെ ഇപ്പം പോകുന്നത്. ഒരുപാട് വാഹനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ട് വേഗത കുറയും. വാഹനങ്ങളില്ലാത്ത സമയത്ത് വേഗതയോടുകൂടി വരുന്ന ബൈക്കുകൾ ഒരുപാട് വീണിട്ട് ഫാമിലിക്ക് അടക്കം പരിക്കുകൾ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ദുരവസ്ഥ എപ്പോഴാണോ സംഭവിക്കുന്ന ആ ഞൊടിയിടയിൽ ഇത് നന്നാക്കാനുള്ള നടപടികളാണ് നമുക്ക് ആവശ്യം. എപ്പോഴോ നന്നാക്കിയിട്ട് കാര്യമില്ല. വാഹനങ്ങളൊക്കെ കേടുപാടാകുന്നു, ആൾക്കാർക്ക് വീണ് പരിക്ക് പറ്റുന്നു. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് റിപ്പയർ ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു മരണം വരെ നമുക്ക് കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഈ വഴിയിൽ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അടിയന്തര റിപ്പയർ, ഇവിടെ കോൺക്രീറ്റ് അല്ലാതെ മറ്റു പോകാൻ വഴിയില്ല. ഇനി ഈ പദ്ധതി കൊണ്ടുവരുമ്പോഴും അതിന്റെ എസ്റ്റിമേറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതിൽ കോൺക്രീറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോൺക്രീറ്റ് ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഈ വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥ വരും. എത്ര ടാർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ വെള്ളം പോകുന്നത് കൊണ്ട് ഇവിടെ ടാർ നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു മിക്സ്ഡ് കോൺക്രീറ്റ് എത്രയും പെട്ടെന്ന്, താൽക്കാലിക വർക്കല്ല, പിന്നെ സ്ഥിരം വർക്ക് പോലെ തന്നെയുള്ള ഒരു വർക്ക് ചെയ്തിട്ട് മാറ്റണം. കാരണം ടെൻഡർ നമുക്ക് 1 വർഷം വരെ ചിലപ്പോൾ ഈ കോൺട്രാക്ടർക്ക് കാലാവധി ഉണ്ടായേക്കാം. ആ 1 വർഷം വരെ ഇത് അനുഭവിക്കാൻ പറ്റൂല. എല്ലാവരും വളരെയേറെ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വർക്ക് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യാത്രക്കാരുടെ പ്രതിസന്ധിയെ ചൂണ്ടിക്കാട്ടി മുൻപും ന്യൂസ് 14 ലൈവ് വാർത്ത നൽകിയിരുന്നു. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുമ്പോഴും മഴക്കാലം ആരംഭിക്കുന്നതോടെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇത് വലിയ പ്രതിസന്ധിയായി മാറുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.